ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. സാധാ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 135 രൂപയൊക്കെ റേറ്റ് വരുന്ന ആ ഒരു ടൈപ്പിൽ. ഇപ്പോൾ 2.5 മീറ്റർ എടുത്തിട്ടുള്ളൂ. ലൈനിങ്ങും കോട്ടൺ തന്നെ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതേ ഉള്ളൂ. മുന്നേ നമ്മൾ ഇതിൻ്റെ വേറൊരു ടൈപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും ഷിഫോണിലൊക്കെ, പക്ഷേ ഇത് കോട്ടണിലാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യോക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ലോത്ത് തന്നെ 44 വിഡ്ത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, യോക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 14 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 14 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡറും കാര്യങ്ങളൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. എത്രയാണ് നിങ്ങളുടെ ഷോൾഡർ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഞാൻ മീഡിയം സൈസിലാണ് പറയുന്നത്. 7 ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 7 ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളും 7 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അതേ ഗ്യാപ്പ്, നമ്മളിപ്പോൾ ഷോൾഡർ എത്രയാണ് എടുത്ത 7 അല്ലേ, അപ്പോൾ അതേ ഗ്യാപ്പ് തന്നെ നമ്മൾ താഴത്തിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഷോൾഡറിൻ്റെ അതേ സെയിം ലൈനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഷോൾഡർ എത്രയാണ് എടുത്തത് അതിങ്ങനെ നീട്ടി വരച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു കട്ടിങ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ക്ലോത്ത് കൂടുതലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ അടുത്ത് നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്കിപ്പോൾ 9 ആണെങ്കിൽ 10 കൊടുക്കുക, 8 ആണെങ്കിൽ 9 കൊടുക്കുക. അങ്ങനെ 1 ഇഞ്ച് കൂടുതലെടുത്തോ, കാരണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, കൂടുതലെടുക്കുക. ഞാനിവിടെ 10 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് വരുന്ന അളവ് ഒരു 9 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നോർമൽ അളവിൽ നിന്നും 1 ഇഞ്ച് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ തയ്യൽ തുമ്പ് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വേണം എന്നുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് കൊടുക്കരുത്, കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ട് പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് വേറെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ബോഡി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അതും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇനി എന്ത് ചെയ്യാം, അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യോക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെൻറ്ററിൽ അവിടെ ഒരു മാർക്ക് കൊടുത്താണ്ടില്ലേ, അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ആ ഒരു ഭാഗം കൂടിയും കട്ട് ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് ഇതിൽ വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണേലും കൊടുക്കാം. ഞാനിതിൽ ഒരു എന്താ പറയുക, സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 5.5 ഇഞ്ച് ഇറക്കമൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കും ഫ്രണ്ടും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്കിപ്പോൾ റൗണ്ടാണെങ്കിൽ റൗണ്ട്, ഏത് ബോട്ടാണെങ്കിൽ ബോട്ട്, അത് ഏത് വേണേലും കൊടുക്കാം. അപ്പോൾ ഞാനിതിലൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതേപോലെ അതും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ താഴത്തെ വരുന്ന പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രണ്ടിലത്തതും ബാക്കിലത്തതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ 35 ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ലെങ്ത്ത് വൈസിൽ. അപ്പോൾ 35 ഇതേപോലെ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിലിനി എന്താ പറയുക, ഷേപ്പ് ആക്കുകയൊന്നുമല്ല ചെയ്യുന്ന, ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ആ ഒരു വിഡ്ത്തിൽ വരുന്ന ക്ലോത്തിനെ മൊത്തത്തിൽ ലെങ്ത്ത് വൈസിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ക്ലോത്ത് ഇനി എനിക്ക് ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രില്ല് ഇട്ട് കൊടുക്കണം നമുക്കിങ്ങനെ യോക്കിൻ്റെ അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ചിൽ ഇതേപോലെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. പീസിനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യാം. ഒരു പീസല്ല, നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്. കാരണം ലെഫ്റ്റിലും റൈറ്റിലും വെച്ച് കൊടുക്കണ്ടേ സ്ലീവിൻ്റെ അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം. ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേ ക്ലോത്ത് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇത്തിരി ബാക്കിയുള്ളൂ. അപ്പോൾ സെയിം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. സെയിം അതേപോലെ തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നുണ്ട്. താഴത്തെ ഈ ഒരു പോർഷനും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് നല്ല പീസ് ഉണ്ടല്ലോ, ഇത് ഇതേപോലെ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ച് സൈഡും നെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യമേ ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേറൊരു പീസ് വെച്ച്
എന്താ പറയുക ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വയ്ക്കുക, നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഇവിടെയും ഇവിടെയായിട്ട് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമുക്കിനി ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 3.5 ഇഞ്ചിലൊക്കെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഉണ്ടല്ലോ, അതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ്. അങ്ങനെ അതിപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനത് എന്താ പറയുക ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്ത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടുന്ന് മുതലേ ചെറിയ ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഫ്രില്ലൊന്നും ഇടാനുള്ള ക്ലോത്ത് ഇല്ല അത്. അതുപോലെ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും. അതുകൊണ്ട് ആ ഒരു 44 വിടുത്ത് വരുന്ന ക്ലോത്തിൻ്റെ കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ന്ന് അപ്പുറത്തെ സൈഡ് വരയ്ക്കും എൻഡ് വരയ്ക്കും ചെറിയ ചെറിയ ഫ്രില്ല് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഗ്യാപ്പ് വെച്ചിട്ടുള്ള ഫ്രില്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് വല്ലാണ്ട് അടുത്തടുത്തുള്ള ഫ്രില്ല് കൊടുത്തിട്ടില്ല. അത് വല്ലാണ്ട് പൊന്തി നിൽക്കുന്ന തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും കുറച്ച് ഫ്രില്ലേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു കറക്റ്റായിട്ട് വരുന്ന ക്ലോത്തിന് കറക്റ്റായിട്ട് വരുന്ന പോലെ അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡ് എൻഡ് വരയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ വെക്കാനുള്ള പീസും ഈ സൈഡിൽ വെക്കാനുള്ള പീസും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ഇതേപോലെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും കൊടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഫിറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു മോഡലിൽ സ്ലീവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പൈപ്പിംഗ് പോലെ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പീസ് വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്ലീവ് വെക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് സ്ലീവ് വെക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം അവിടെ സ്ലീവ് വെക്കാനുള്ള സ്ഥലം കറക്റ്റായിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ കൊടുക്കണം എന്നുള്ള ആൾക്കാർ കൊടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മളിതിൻ്റെ താഴത്ത് വരുന്ന ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫ്രില്ലിന് അകത്തോട്ടിരിക്കുന്ന പോലെ വെച്ചിട്ട് വേണം ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ പുറത്തിരിക്കുന്ന പോലെ ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഇതിനെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ യോക്ക് പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ താഴത്താണ് ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസിന് നമുക്ക് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ സൈഡും ജോയിൻ ചെയ്യണം, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗവും ജോയിൻ ചെയ്യും. അങ്ങനെ രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് അതിനെ അങ്ങനെ എന്താ പറയുക റൗണ്ടായിട്ട് വരുന്ന പോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് ഇതേപോലെ വരുന്ന പോലെ കൊടുക്കുക. കണ്ടില്ല, ഇതേപോലെ വരുന്ന പോലെ കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പുറത്തെ എൻഡ് എത്തുന്നവരേക്കും റൗണ്ടായിട്ട് നമ്മൾ ബേബീസിൻ്റെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ട് അങ്ങനെ പോയാൽ മതി. ആ ഒരു ഫുൾ റൗണ്ട് കവർ ചെയ്ത് വരുന്ന പോലെ. അപ്പോൾ ഇതേപോലെ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്ത് ലൈനിങ്ങും നമ്മൾ സെയിം തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ ഇത് ചെയ്ത് അതേപോലെ തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതിലെന്തോ ഒരു ഷേപ്പ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയത് കൊണ്ട് മാത്രം ഞാനിത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിലൊരു ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഷേപ്പായിട്ടിരിക്കും എന്ന് തോന്നി. ഇത് ആദ്യമേ ചെയ്യണമെന്ന് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കംഫർട്ടബിൾ ഇല്ല, കുറച്ചുകൂടെ ഷേപ്പ് ഇരിക്കണം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഈ കെട്ടിട്ട് കൊടുത്ത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിലൊരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഞാനിത് കോട്ടണിലൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ലെങ്ത്തിലേ വരുന്നുള്ളൂ. സ്ലീവ് ഇല്ല, ഞാൻ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടില്ല. വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെക്കാം. അപ്പോൾ ഇത് കിഡ്സിൻ്റെ കയ്യിൽ ട്രൈ ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്